ഇപ്പൊ ഖാൻ വാലായിട്ടുള്ള കാരണം ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ. ഈ ചോദ്യം ആരെങ്കിലൊക്കെ ചോദിക്കും ഞാൻ വിചാരിച്ചാണ്. ഉരുളക്കുപ്പേര് തരാനാണോ? ഇല്ല, അങ്ങനെയൊന്നല്ല. ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഈ ഖാൻ ഉള്ളത്? സൗത്ത് ഇന്ത്യയിൽ ഖാൻ ഇല്ല. ഖാൻ ഇസ് പഠാൻ. ഓക്കെ, ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എന്റെ ഫാമിലിയിൽ ഏതോ ഒരു ആൻസിസ്റ്റർ വാസ് എ ഖാൻ. നെയിം ഇസ് ദർ, ഖാൻ എന്നൊരു പേരുണ്ട്. ആ പേര് ഇത്രയും ജനറേഷൻ ആർക്കും ഇട്ടിട്ടില്ല. എനിക്ക് മാത്രം കൊണ്ട് കാണുന്നിട്ട്. എൻ്റെ മക്കൾക്കില്ല, എൻ്റെ സിസ്റ്ററിനില്ല, ആർക്കും ഇല്ല. എൻ്റെ കസിൻസിന് അപ്പുറം ഇപ്പുറത്തെ. പിന്നെ ഒരു കസിൻ ഉണ്ട്, ഫിറോസ് എന്നുണ്ട്. ഫിറോസ് ഖാൻ ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്. വേറെ ആർക്കും ഇല്ല. വേറെ എൻറ്റയർ ഫാമിലി ഒരൊറ്റ ആൾക്കും ഇല്ല. എന്തോ ലക്ക്. ലക്ക് ഇപ്പൊ എല്ലാം ലക്ക്, ഞാനും ലക്ക്. അല്ല, ഈ പഠാന്മാരെന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഉശിരാണ്, ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ഇതുണ്ട്, ആരോഗ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണോ ഇക്ക തന്നെ മസിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്താണ്? എന്താണ് ഈ ഒരു മസിലേക്ക് കടന്നത് എങ്ങനെ? ബോഡി ബിൽഡിംഗിലേക്ക് കടന്നത് എങ്ങനെ? ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ്, ബോഡി ബിൽഡിംഗ് അല്ലായിരുന്നു, ഫിറ്റ്നസ് ആയിരുന്നു. ഫിറ്റ്നസ് എല്ലാരും ചെറുപ്പത്തിൽ സ്പോർട്സ് കളിക്കും, എല്ലാ കാര്യങ്ങളും എല്ലാരും ഉണ്ട്. അത്ലീറ്റ് ആയിരുന്നു. 400 meters. ഓക്കെ, നല്ല ഓട്ടക്കാരനാ. ഓട്ടോൺ സ്പീഡിൽ ഓടിയത്. മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഉമ്മ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ചെന്നൈയാണോ അവരുടെ ബേസ്? സോ ആ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒബ്വിയസ്ലി ലവ് മാരേജ് ആയിരിക്കും. ലവ് മാരേജ്, ഇന്റർകാസ്റ്റ് മാരേജ്. ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര വലിയ കുറ്റം പോലെ ആൾക്കാർ കണ്ടിരുന്ന ഒരു സമയമായിരുന്നു. സോ ഹൗ ഡിഡ് യു മാനേജ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? എനിക്കറിയാൻ പോലെ എത്ര വർഷം അങ്ങനെ പോയി മാനേജ് ചെയ്ത്. ഭയങ്കര കുറ്റം. നമ്മള് ഭയങ്കര ഇതൊക്കെ ഭയങ്കര കൊല ചെയ്തിട്ട് നമ്മള് ജയിലിൽ പോണ പോലെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് പറയാം. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയി കല്യാണം വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയത് ഒരു വീട്ടുകാരെ അറിഞ്ഞിട്ടാണ്. അതില് ആ വീട്ടില് പകുതി ആൾക്കറിയാം, പകുതി ആൾക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇതില് കൂടുന്നത് എന്റെ അച്ഛനാണ്, കൂടുന്നത് എന്റെ ഫാദറാണ്. അതായത് എന്റെ അഡ്വൈസ് ഇനി ആ വയസ്സിലാരും ചെയ്തതെന്നാണ്. ചെയ്യുന്നത് ഞാൻ 21 വയസ്സിലാണ് കേട്ടോ. 21 വയസ്സ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? 20 നിന്ന് 21. ഉമ്മയ്ക്ക് 19 ആവാൻ പോണത്. ഓക്കെ, ഒരു ജോലിയില്ല, ഒന്നുമില്ല, 2 പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒരു സിനിമയില്ല. ഈ സമയത്താണ് നടക്കുന്നത്. എന്ത് ധൈര്യത്തിലപ്പോ? എന്തായിരുന്നു കോൺഫിഡൻസ്? എന്തായിരുന്നു? ഞാൻ പറഞ്ഞു ചെയ്യരുത്. സ്വന്തം കാലം നിന്നതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി. ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഭയങ്കര ഓസ്ലേഷനുള്ള ഏജ് ആണത്. സോ ഓൺലി ലവ്, അത്ര സ്ട്രോങ് ലവ് ആയതുകൊണ്ട് മാത്രമാണ് അത്. നിങ്ങളുടെ went for 33 years. Okay.